ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മുരിങ്ങയില വെച്ചിട്ട് ഒരു അടിപൊളി വിഭവമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ തോരനും കറിയും ഒക്കെ മുരിങ്ങയില വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. എങ്കിൽ ശരി, ഈ ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി എന്തെല്ലാമാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 1 സ്പൂൺ മല്ലി, 1 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ ഉലുവ, 1/2 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇട്ട് വറുത്തെടുക്കുന്നില്ല, പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതെപ്പോഴാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഈ കടുക് അളന്നെടുത്ത് ആ സ്പൂൺ ഉണ്ടല്ലോ, ആ സ്പൂണിനാണ് എല്ലാം അളന്നെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 6 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ. ആദ്യം നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം. ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മറ്റ് സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. മുളക് ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ മുളക് നല്ലതായിട്ട് ഒന്ന് മൂത്ത് കിട്ടത്തില്ല. അതിനാണ് നമ്മൾ ഈ മുളക് ആദ്യം ഒന്ന് വറുത്തത്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് ഇട്ടൊന്ന് വറക്കാം. അല്ലെങ്കിൽ കടുക് അങ്ങ് മൂത്ത് പോകും, മറ്റ് സാധനങ്ങളൊന്നും നല്ലതായിട്ട് മൂക്കത്തില്ല കേട്ടോ. ഈ കടുകെല്ലാം നല്ലതായിട്ടൊന്ന് വറുത്ത് പൊട്ടുമല്ലോ, ആ പരുവം വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ആ കടുകെല്ലാം നല്ലതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ ഈ വറുത്തെടുത്ത സാധനങ്ങളെല്ലാം ഇതുപോലൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഇത് അവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. നമ്മുടെ ഈ ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 പിടി മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. മുരിങ്ങയില നല്ലതായിട്ട് കഴുകി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തുണിയുടെ മുകളിലോട്ട് ഇത് നിരത്തിയിട്ട് കൊടുത്തിട്ട് ഫാനിൻ്റെ കീഴിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ആ വെള്ളമയം എല്ലാം പോയി കിട്ടും. ഒട്ടും തന്നെ വെള്ളം ഇരിക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഈ മുരിങ്ങയില ഉണ്ടല്ലോ ഒന്ന് വറുത്തെടുക്കാം. സ്റ്റവ് കത്തിച്ച് വീണ്ടും നമ്മൾ പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മുരിങ്ങയിലയുടെ പകുതി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. ഒന്ന് ചെല്ലാണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഈ മുരിങ്ങയില എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് നല്ലതായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുന്നതാണ് നല്ലത്. മുരിങ്ങയിലയുടെ കളർ ഇതുപോലൊന്ന് മാറി വരും. ഈ പരുവാകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതുകൂടെ വറുത്തെടുക്കാം. രണ്ടാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് പാനിൽ നിന്ന് മാറ്റാം. ഞാൻ ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ആ സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇതേ രീതിയിൽ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് പുളിയുടെ ജ്യൂസാണ് കേട്ടോ. ഞാനൊരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഉണ്ടല്ലോ, ഒരു 3/4 കപ്പ് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതേ രീതിയിൽ നമ്മളിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി. ഇനി നമുക്കിതിലോട്ടുണ്ടല്ലോ ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം.
കടുക് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. കറിവേപ്പില ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. കായപ്പൊടിയും കൂടി ചേർക്കുമ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ കായപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണേ, കരിഞ്ഞു പോരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് വറക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർക്കാം. കൂടാതെ നമ്മളുണ്ടല്ലോ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലൊരു അര സ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കാമേ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം. ഇങ്ങനെ ഇതുണ്ടല്ലോ ഒന്ന് വറ്റി വരുന്നവരെ ചെയ്യണം കേട്ടോ. ഇതേ രീതിയിൽ ഇതൊന്ന് എണ്ണ തെളിഞ്ഞ് വരും. ആ സമയം വരെ ഇതൊന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പം നമ്മൾ അടച്ച് വെക്കുന്നില്ല. ഇപ്പം എന്താ നോക്കിക്കേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായി വരണേ. അതുവരെ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നോക്കിക്കേ, ഇതിലെ വെള്ളം എല്ലാം വറ്റി എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ചട്നി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നോക്കി ഇതിൻ്റെ കളർ തന്നെ നല്ലതായിട്ട് ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയില കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതേ രീതിയിൽ ചമ്മന്തി തയ്യാറാക്കി കൊടുക്കാം. അവർക്കിത് തീർച്ചയായിട്ടും ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഈ ചമ്മന്തി കൊണ്ടിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമുക്ക് ചപ്പാത്തി, പൂരി, ദോശ, ഇഡ്ഡലി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. അതുപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.